Dear students, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന യൂണിറ്റിലെ പുതിയൊരു തിയറിയാണ്. ഓക്കെ, VSEPR തിയറി. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ യൂണിറ്റിൽ ഒക്ടറ്റ് റൂൾ അല്ലെങ്കിൽ ലൂയിസ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഒക്ടറ്റ് റൂളിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ തന്നെ ഒരുപാട് മോളിക്യൂളുകൾ സ്റ്റേബിൾ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒക്ടറ്റിലും കൂടുതൽ 8 ഇലക്ട്രോണിലും കൂടുതൽ വാലൻസ് ഷെല്ലിൽ ഉണ്ടായിട്ടും ഒരുപാട് മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതുപോലെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഒക്ടറ്റ് റൂളിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ജിയോമെട്രിയെ കുറിച്ച് ഒന്നും തന്നെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ ഇവിടെ VSEPR തിയറി ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ ജിയോമെട്രി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് VSEPR തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VSEPR തിയറിയാണ്. 1940 1940s സിഡ്വിക് പവൽ എന്നീ 2 സയന്റിസ്റ്റുകളാണ് ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ തിയറിയിൽ പറയുന്നത് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിലെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൽഷൻ ആണെന്ന്. എന്താണ് ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണെന്ന് തീരുമാനിക്കുന്നത് അതിന്റെ വാലൻസ് ഷെൽ, ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണെന്നാണ് VSEPR തിയറി പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് VSEPR തിയറിയുടെ മെയിൻ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. The shape of a molecule depends upon the number of valence shell electron pair around the central atom. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണെന്ന് നിശ്ചയിക്കുന്നത്, ഒരു മോളിക്യൂൾ ആകുമ്പോൾ അതിൽ ഒന്നിലധികം ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ സെൻട്രൽ ആറ്റമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഏതാണോ അതിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ് ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. Okay, the shape of a molecule depends upon the number of valence shell electron pair around the central atom. ഒരു മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ് ആ മോളിക്യൂളിന്റെ ഷേപ്പ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. The valence shell electron pair repel each other. ഇലക്ട്രോൺ പെയറുകൾ എല്ലാം നെഗറ്റീവ് ചാർജ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. അപ്പൊ റിപ്പൽഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ നെഗറ്റീവ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റം എപ്പോഴും ആ ഫോഴ്സിനെ എന്ത് ചെയ്യാൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. അതുകൊണ്ട് ഈ റിപ്പൽഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഇലക്ട്രോൺ പെയറുകൾ തമ്മിലാണ് റിപ്പൽഷൻ ഉള്ളത്. അതുകൊണ്ട് ഈ ഇലക്ട്രോൺ പെയറുകൾ അതിന് മാക്സിമം പോസിബിൾ ആയ ഡിസ്റ്റൻസിലേക്ക് അകന്നു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ റിപ്പൽഷൻ ദി ഇലക്ട്രോൺ പെയർസ് സ്റ്റേ അറ്റ് മാക്സിമം പോസിബിൾ ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോ എന്താ നമ്മൾ പറഞ്ഞത്, ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ജിയോമെട്രി എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിലുള്ള സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ്. ഈ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. അപ്പൊ ആ റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോൺ പെയർസ് എന്ത് ചെയ്യുന്നു, അതിന് മാക്സിമം പോസിബിൾ ആയ ഡിസ്റ്റൻസിലേക്ക് അകന്നു നിൽക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ മോളിക്യൂളിലാകുമ്പോൾ അവിടെ ലോൺ പെയർസ് ഉണ്ടാവാം, ബോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടാവാം. അപ്പൊ ഏത് ഇലക്ട്രോൺ പെയർ, ഏത് ടൈപ്പ് ഇലക്ട്രോൺ പെയറിനാണ് റിപ്പൽഷൻ കൂടുതൽ എന്ന് നോക്കാം നമുക്ക്. ലോൺ പെയർ റിപ്പൽഷൻ ആണ് ഏറ്റവും കൂടുതലുള്ളത്. ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. അതിനേക്കാളും കുറവാണ് ലോൺ പെയറും ബോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. അതിനേക്കാളും കുറവാണ് ബോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. അപ്പൊ ഒരു മോളിക്യൂളിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവിടെ റിപ്പൽസീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും അല്ലെ? അപ്പൊ ആ കൂടുതലുള്ള റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടി മോളിക്യൂൾ തന്നെ അതിന്റെ ഷേപ്പിൽ ചില മാറ്റങ്ങൾ വരുത്തും. കാരണം എന്താണ്, ആ ലോൺ പെയർ കൂടുതൽ റിപ്പൽഷൻ കൊടുക്കുന്ന ഇലക്ട്രോൺ പെയർ ആണ്. അതുകൊണ്ട് തന്നെ ആ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ഡിസ്റ്റൻസിലേക്ക് ബാക്കിയുള്ള ഇലക്ട്രോൺ പെയറുകൾ എന്ത് ചെയ്യുന്നു, അകന്നു നിൽക്കുന്നു. ഓക്കെ, അപ്പോ ഒരു ലോൺ പെയർ ഒരു മോളിക്യൂളിൽ ഉണ്ടെങ്കിൽ ആ ലോൺ പെയർ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആ ലോൺ പെയർ ഉണ്ടാക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺ പെയറുകൾ ആ ലോൺ പെയറിൽ നിന്ന് പോസിബിൾ ആയ ഡിസ്റ്റൻസിലേക്ക് അകന്നു നിൽക്കുന്നു. അതായത് ലോൺ പെയറിൽ നിന്ന് കൂടുതൽ അകന്ന ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, സോ ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ കോസസ് സം ഡിസ്റ്റോർഷൻ ഇൻ ദയർ എക്സ്പെക്റ്റഡ് ജിയോമെട്രി ഓഫ് എ മോളിക്യൂൾ. അപ്പൊ ഒരു മോളിക്യൂള് എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൽ ഇത്ര ഇലക്ട്രോൺ പെയർ ഉണ്ടെന്ന് മനസ്സിലായാൽ നമുക്ക് അതിനൊരു ജിയോമെട്രി നമുക്ക് പറയാൻ പറ്റും.
എന്നാൽ അതിൽ ഒരു ഇലക്ട്രോൺ പെയർ ലോൺ പെയർ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ലോൺ പെയർ ആകുമ്പോൾ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ റിപ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി അതിലുള്ള ബാക്കിയുള്ള ഇലക്ട്രോൺ പെയറുകൾ അതിന്റെ ശരിയായ ജിയോമെട്രിയിൽ നിന്ന് ചെറിയ ചില വ്യത്യാസങ്ങൾ കാണിക്കും. കാരണം കുറച്ചുകൂടെ അകലത്തിലേക്ക്, കുറച്ചുകൂടെ ഡിസ്റ്റൻസിലേക്ക് അത് മാറി നിൽക്കുന്നു, അത് അറേഞ്ച് ചെയ്യുന്നു അല്ലെ അതിന്റെ ബാക്കിയുള്ള ഇലക്ട്രോൺ പെയറുകളെ. അപ്പൊ നമുക്ക് പറയാം ഒരു മോളിക്യൂളിൽ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചില ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്താണ് VSEPR തിയറി പറയുന്നത്? ഒരു മോളിക്യൂളിന്റെ ജിയോമെട്രി എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ് അല്ലെ, വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ്. ഈ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു അല്ലെ. ഈ റിപ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇലക്ട്രോൺ പെയർ അതിന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് ലോൺ പെയറും തമ്മിലായിരിക്കും. അതിനേക്കാളും കുറവായിരിക്കും ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ. അതിനേക്കാളും കുറവായിരിക്കും ബോണ്ട് പെയറും തമ്മിൽ. അപ്പോ ഒരു മോളിക്യൂളിൽ ലോൺ പെയർ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചില ചേഞ്ചസ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. കാരണം ലോൺ പെയർ കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കുന്നു. അതുകൊണ്ട് ആ റിപ്പൾസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി മോളിക്യൂൾ തന്നെ അതിന്റെ ബാക്കിയുള്ള ഇലക്ട്രോൺ പെയറുകളെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നു? റീഅറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് VSEPR തിയറി പറയുന്നത്. ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ അറൌണ്ട് ദ സെൻട്രൽ ആറ്റം. ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ഈച്ച് അതർ. In order to reduce the repulsion, electron pairs stay at a maximum distance. അല്ലെ, ഇവിടെ ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ലോൺ പെയറും തമ്മിലാണ്. അതിനേക്കാളും കുറവാണ് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ. അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയറും തമ്മിൽ. So the presence of lone pairs of electron causes distortion അല്ലെങ്കിൽ changes in the expected geometry of molecule. ഇത്രയുമാണ് VSEPR തിയറിയുടെ മെയിൻ പോസ്റ്റ്ലേറ്റ്സ്. ഇത് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ദ മെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് VSEPR തിയറി. ഓക്കെ, അപ്പോ ഒരു മോളിക്യൂളിന്റെ for the prediction of the shape of a molecule with the help of VSEPR theory, molecule can be divided into two categories. ഓക്കെ, അപ്പൊ VSEPR തിയറിയെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു മോളിക്യൂളിന്റെ ഷേപ്പ് പറയുമ്പോൾ നമുക്ക് ആ മോളിക്യൂളിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഒന്ന്, സെൻട്രൽ ആറ്റത്തിലെ ലോൺ പെയർ ഇലക്ട്രോണുകൾ ഇല്ലാത്ത മോളിക്യൂൾ. രണ്ടാമത്, സെൻട്രൽ ആറ്റത്തിൽ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ലോൺ പെയറുകൾ ഉള്ള മോളിക്യൂൾസ്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ലോൺ പെയർ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ റിപ്പൾസീവ് ഫോഴ്സ് കൂടും. അപ്പോൾ മോളിക്യൂളിന്റെ ആക്ച്വൽ ജിയോമെട്രി എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചേഞ്ചസ് പ്രതീക്ഷിക്കാം. എന്നാൽ ലോൺ പെയർ ഇല്ലെങ്കിൽ അവിടെ എല്ലാം ബോണ്ട് പെയർ ഇലക്ട്രോണുകളാണെങ്കിൽ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ജിയോമെട്രി തന്നെയായിരിക്കും ആ മോളിക്യൂളിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാം. ലോൺ പെയറുകളുള്ള മോളിക്യൂൾ അല്ലെങ്കിൽ ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസ്, അങ്ങനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആദ്യം കാണുന്ന ഈ ടേബിളിലുള്ളത് ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലാത്ത മോളിക്യൂളുകളാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തത് നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ്. ഒന്നാമത്തെ മോളിക്യൂളിലുള്ള ഇലക്ട്രോൺ പെയറുകളുടെ ആകെ എണ്ണം 2 അതിൽ ലോൺ പെയർ ഇല്ല, എല്ലാം ബോണ്ട് പെയർ ഇലക്ട്രോണുകളാണ്. അങ്ങനെയാകുമ്പോൾ രണ്ട് ഇലക്ട്രോൺ പെയറിന് മാക്സിമം പോസിബിൾ ആയ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് അല്ലെ. അതായത് ലീനിയർ ഷേപ്പിലാണ്. ഒന്ന് ഒരു സൈഡിലേക്കും ഒന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും മാക്സിമം പോസിബിൾ ആയ ആംഗിൾ ലീനിയർ ഷേപ്പിലായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അതിന് എക്സാമ്പിൾ BeCl2, HgCl2 ഇതെല്ലാം ലീനിയർ ഷേപ്പിലുള്ള മോളിക്യൂളിന് എക്സാമ്പിൾ ആണ്. അവിടെ ലോൺ പെയർ ഇലക്ട്രോൺ ഇല്ല. ഇനി 3 ഇലക്ട്രോൺ പെയറുകളാണ് ഉള്ളതെങ്കിൽ 3 ഇലക്ട്രോൺ പെയർസ് അതിന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിൽ അറേഞ്ച് ചെയ്യുന്നത് 120 ഡിഗ്രിയാണ്. ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിലാണ്. ഓക്കെ, അപ്പോ 3 ലോൺ പെയർ ഇലക്ട്രോൺസ് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് BF3 മോളിക്യൂൾ. നമ്മൾ നേരത്തെ പൊളാരിറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു BF3 മോളിക്യൂളിന്റെ കേസ്. BF അങ്ങനെ 3 ബോണ്ടുകൾ ഉണ്ടായിരിക്കും. ഈ 3 ബോണ്ടുകൾ അതിന് മാക്സിമം പോസിബിൾ ആയ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ഡിഗ്രി, അതായത് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. കാരണം ഇവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ല, 3 ബോണ്ട് പെയറുകളാണ്. ഇനി 4 ആണെങ്കിൽ 4 ഇലക്ട്രോൺ പെയറുകളാണ് ഉള്ളതെങ്കിൽ ടെട്രാഹെഡ്രൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു.
ഇവിടെ 109 ഡിഗ്രി 28 മിനിറ്റ്സിലാണ് അതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് CH4 മോളിക്യൂൾസ്, മീതെയിൻ മോളിക്യൂൾ, അമോണിയം മോളിക്യൂൾ. അമോണിയം ആണ് NH4+, അമോണിയം മോളിക്യൂൾ. ദെൻ 5 ഇലക്ട്രോൺ പെയർസ് ആണ്, 5ഉം ബോണ്ട് പെയറുകളാണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പിൽ അറേഞ്ച് ചെയ്യുന്നു. PCl5 മോളിക്യൂൾ അതിനൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ 2 ബോണ്ട് ആംഗിൾസ് വരുന്നുണ്ട്, 120 ഡിഗ്രിയും 90 ഡിഗ്രിയും. ഓക്കെ, ദെൻ 6 ഇലക്ട്രോൺ പെയറുകളാണ്, 6ഉം ബോണ്ട് പെയർ ഇലക്ട്രോൺ ആണ്, ലോൺ പെയർ ഇല്ല. 6 ബോണ്ട് പെയർ ഇലക്ട്രോണുകളാണ് ഉള്ളതെങ്കിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പിലാണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ആണ് SF6 മോളിക്യൂൾ. ഓക്കെ, ഇവിടെ ബോണ്ട് ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ലോൺ പെയറുകൾ ഉണ്ടെങ്കിൽ, ലോൺ പെയർ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രിയിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ലോൺ പെയർ റിപ്പൾസീവ് ഫോഴ്സ് കൂടുതൽ കൊടുക്കുന്നു. അപ്പൊ ആ റിപ്പൾസീവ് ഫോഴ്സിനെ കുറയ്ക്കുന്നതിന് വേണ്ടി അതിലുള്ള ഇലക്ട്രോൺ പെയറുകൾ എന്ത് ചെയ്യുന്നു, അവിടെ അതിന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അതിനെ അറേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആദ്യത്തെ മോളിക്യൂൾ AB2E, എ എന്ന് പറയുന്ന മോളിക്യൂൾ, അതിൽ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ട്. ഓക്കെ, B2 2 ബോണ്ട് പെയർ 1 ലോൺ പെയർ ഇലക്ട്രോണും. ഓക്കെ, അപ്പൊ ബോണ്ട് പെയറിന്റെ എണ്ണം 2ഉം ലോൺ പെയറിന്റെ എണ്ണം 1ഉമാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചു 3 ഇലക്ട്രോൺ പെയറുകളാണ് ഉള്ളതെങ്കിൽ നമുക്ക് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുകയാണ് അല്ലെ. 3 ഇലക്ട്രോൺ പെയറുകളാണെങ്കിൽ ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ആണ് ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. പക്ഷെ അത് 3ഉം എന്തായിരിക്കണം, 3ഉം ബോണ്ട് പെയർ ഇലക്ട്രോണുകളായിരിക്കണം. എന്നാൽ ഈ 3 ഇലക്ട്രോൺ പെയറിൽ 2 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഈ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റിൽ നിന്ന് ചെറിയ ഒരു മാറ്റം ഉണ്ടാകുന്നു. അത് അതിന്റെ ഷേപ്പ് ചെറുതായിട്ട് ഒന്ന് മാറ്റുന്നു. അത് ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ബെൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വി ഷേപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു, ഇൻവേർട്ടഡ് ബി എന്ന് പറയാം. ഓക്കെ, അപ്പോ ബെൻ ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പിലേക്ക് മാറുന്നതിന് എക്സാമ്പിൾ ആണ് സൾഫർ ഡയോക്സൈഡ്, SO2 മോളിക്യൂൾ, O3 മോളിക്യൂൾ എല്ലാം ഇതിന് എക്സാമ്പിൾ ആണ്. അതായത് 3 ഇലക്ട്രോൺ പെയർ ഉണ്ടാകുമ്പോൾ ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റ് ആണ് വരേണ്ടത്. പക്ഷെ ആ 3 ഇലക്ട്രോൺ പെയറിൽ 1 ലോൺ പെയർ ആണെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു. അവിടെ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ഇനി 4 ഇലക്ട്രോൺ പെയറുകളാണെങ്കിൽ ആ 4 ഇലക്ട്രോൺ പെയറിൽ 1 ലോൺ പെയറും 3 ബോണ്ട് പെയറുമാണെങ്കിൽ AB3E, അതായത് B3 ബോണ്ട് പെയർ 3 ലോൺ പെയർ 1 ആണുള്ളതെങ്കിൽ 4 ഇലക്ട്രോൺ പെയറുകളാണെങ്കിൽ ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു. പക്ഷെ ആ 4 1 ലോൺ പെയറും 3 ബോണ്ട് പെയറുമാണെങ്കിൽ ടെട്രാഹെഡ്രൽ അറേഞ്ച്മെന്റിൽ നിന്ന് ചെറിയൊരു മാറ്റം കാണാൻ പറ്റും. ട്രൈഗണൽ പിരമിഡൽ ഷേപ്പിലേക്ക് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് അമോണിയ മോളിക്യൂൾ, NH3 മോളിക്യൂൾ. ഓക്കെ, ദെൻ AB2E2, അതായത് 4 ഇലക്ട്രോൺ പെയറുകൾ ഉള്ളതിൽ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറുമായാൽ, 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമായി കഴിഞ്ഞാൽ നമുക്കറിയാം 4 ഇലക്ട്രോൺ പെയർ ആയാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ടെട്രാഹെഡ്രൽ ആണ്. എന്നാൽ 2 ലോൺ പെയറുകൾ വന്നു. അപ്പൊ അവിടെ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാകും. കാരണം 2 ലോൺ പെയർ വന്നു അല്ലെ. നമുക്കറിയാം ലോൺ പെയർ റിപ്പൽഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, വീണ്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടാകും. ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു, ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് H2O മോളിക്യൂൾ. ഓക്കെ, ദെൻ 5 ഇലക്ട്രോൺ പെയർ, 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആണുള്ളതെങ്കിൽ 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ അതിൽ നിന്നും ആ ലോൺ പെയറിന്റെ പ്രസൻസ് കാരണം ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. അത് സീസോ ഷേപ്പിലേക്ക് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് SF4 മോളിക്യൂൾ. ദെൻ 5 ഇലക്ട്രോൺ പെയർ തന്നെ, അതിൽ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണെങ്കിൽ AB3E2 ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം 5 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ അവിടെ 2 ഇലക്ട്രോൺ പെയർ വന്നു, 2 ലോൺ പെയർ ഇലക്ട്രോൺസ് വന്നു. അപ്പൊ ലോൺ പെയർ റിപ്പൽഷൻ വന്നു. വളരെ കൂടുതലാണ് ലോൺ പെയർ റിപ്പൽഷൻ. അത് കാരണം വീണ്ടും അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് മാറ്റം കാണാൻ പറ്റും. അത് T ഷേപ്പിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണ് ClF3 മോളിക്യൂൾ. ഓക്കെ, ദെൻ 6
ഇലക്ട്രോൺ പെയർ ഉണ്ട്, അതിൽ 5 എണ്ണം ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണെങ്കിൽ 6 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഇലക്ട്രോൺ പെയറിന്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചെറിയ മാറ്റം സംഭവിക്കുന്നു, സ്ക്വയർ പിരമിഡൽ ഷേപ്പിലേക്ക് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് BrF5. ഓക്കെ, ദെൻ 6 ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ അതിൽ 4 എണ്ണം ബോണ്ട് പെയറും 2 എണ്ണം ലോൺ പെയറും ആണെങ്കിൽ, 6 എണ്ണം ആണെങ്കിൽ നമ്മൾ ഒക്ടാഹെഡ്രൽ ജിയോമെട്രിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ 2 ലോൺ പെയർ വന്നാൽ ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടാകുന്നു, അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ആ മോളിക്യൂളിന്റെ ജിയോമെട്രിയിൽ ചെറിയ മാറ്റം ഉണ്ടാകുന്നു. ഒക്ടാഹെഡ്രൽ അറേഞ്ച്മെന്റിൽ നിന്ന് സ്ക്വയർ പ്ലാനാർ അറേഞ്ച്മെന്റിലേക്ക് മാറുന്നു. അതിന് എക്സാമ്പിൾ ആണ് XeF4 മോളിക്യൂൾ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ആ മോളിക്യൂളിന്റെ ജിയോമെട്രിക്ക് ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കാരണം ലോൺ പെയർ റിപ്പൽഷൻ വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ മോളിക്യൂളിന്റെ ജിയോമെട്രി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം AB2E ടൈപ്പ്, അതായത് ആകെ 3 ഇലക്ട്രോൺ പെയറുകൾ ഉള്ളതിൽ 2 എണ്ണം ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണെങ്കിൽ, 2 ബോണ്ട് പെയർ ഇലക്ട്രോണും 1 ലോൺ പെയറും ഇലക്ട്രോണുമാണുള്ളതെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമ്മൾ സൾഫർ ഡയോക്സൈഡ് ആണ് പറഞ്ഞത്. സൾഫർ ഡയോക്സൈഡിന്റെ കേസിൽ 2 ബോണ്ട് പെയർ ഇലക്ട്രോൺ ആണ്, സൾഫറും ഓക്സിജനും തമ്മിൽ 2 ബോണ്ട് പെയർസ് ഫോം ചെയ്തിരിക്കുന്നു, 2 ബോണ്ട് പെയർ ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ. എന്നാൽ സൾഫറിൽ 1 ലോൺ പെയർ ഇലക്ട്രോണും ഉണ്ട്. 3 ഇലക്ട്രോൺ പെയർ ഉണ്ടായി കഴിഞ്ഞാൽ ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റ് ആണ് വരേണ്ടത് നമുക്കറിയാം. എന്നാൽ ഈ 3 ഇലക്ട്രോൺ പെയറിൽ 1 ലോൺ പെയർ ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ വളരെ കൂടുതലാണ്. അപ്പൊ ഈ റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ 2 ഓക്സിജൻ സൾഫർ ഓക്സിജൻ ബോണ്ട് പെയർസ്, ഈ ബോണ്ട് പെയർ എന്ത് ചെയ്യുന്നു? അടുത്തേക്ക് ഈ ലോൺ പെയറിൽ നിന്ന് കൂടുതൽ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അതായത് ഈ 2 ബോണ്ട് പെയറുകളും അടുത്തേക്ക് അറേഞ്ച് ചെയ്യുന്നു, ഇത് രണ്ടും അടുത്തേക്ക് വരുന്നു. ഈ ലോൺ പെയറിൽ നിന്ന് കൂടുതൽ അകലത്തിലേക്ക്, കൂടുതൽ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നു. ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റ് ആണെങ്കിൽ ഈ 3 ആംഗിളും എന്തായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. എന്നാൽ ഇവിടെ ലോൺ പെയറിൽ നിന്ന് കൂടുതൽ ആംഗിളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഈ 2 ബോണ്ട് പെയറുകളും നീങ്ങി നിൽക്കുന്നു, അറേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന്റെ ജിയോമെട്രിയിൽ ഒരു മാറ്റം വരുന്നു. ട്രൈഗണൽ പ്ലാനാർ അറേഞ്ച്മെന്റിൽ നിന്ന് അത് വി ഷേപ്പിലേക്ക്, ഇൻവേർട്ടഡ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ഓക്കെ, ഒരു വി ഷേപ്പ് തിരിച്ചിട്ടാൽ ഇങ്ങനെയായിരിക്കും അല്ലെ? അപ്പൊ ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയിൽ നിന്ന് 119.5 ഡിഗ്രിയിലേക്ക് മാറുന്നു. എന്താണ് ഇതിന് കാരണം? ഇവിടെ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി അത് ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മോളിക്യൂളിന്റെ കേസ് AB3E, അതായത് ഇവിടെ 4 ഇലക്ട്രോൺ പെയർസ് ഉണ്ട്, അതിൽ 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും അല്ലെ? 3 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഉണ്ടെങ്കിൽ അപ്പൊ ആകെ 4 ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. 4 ഇലക്ട്രോൺ പെയർ ആണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്. എന്നാൽ ഇവിടെ 1 ലോൺ പെയർ ഉണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നൈട്രജൻ ആറ്റത്തിന്റെ മേലെ, അമോണിയ മോളിക്യൂൾ ആണ് ഇതിന് എക്സാമ്പിൾ. ഈ നൈട്രജൻ ആറ്റത്തിന്റെ മേലെയുള്ള ഈ ലോൺ പെയർ കാരണം ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിൽ നിന്ന് അത് ചെറിയ ഒരു മാറ്റം കാണിക്കുന്നു. കാരണം ഈ ലോൺ പെയറും ഈ ബോണ്ട് പെയറും അല്ലെ, ഈ 3 ബോണ്ട് പെയറുമായിട്ട് ഇതിന് റിപ്പൽസീവ് ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പൊ ഈ റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ 3 ബോണ്ട് പെയറുകളും ഈ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 3 ബോണ്ട് പെയറുകൾ കൂടുതൽ അടുത്തേക്ക് വരുന്നു, ലോൺ പെയറിൽ നിന്നും കൂടുതൽ അകലത്തിലേക്ക് പോകുന്നു. അപ്പൊ ലോൺ പെയർ മാത്രം ഇവിടെ മുകളിൽ നിൽക്കാണ്. ഈ 3 ബോണ്ട് പെയറുകളും ഈ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ് വരേണ്ടത്. ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആയിരുന്നുവെങ്കിൽ 109 ഡിഗ്രി 28 മിനിറ്റ്സ് അല്ലെങ്കിൽ 109.5 ഡിഗ്രിയാണ് വരേണ്ടത്. എന്നാൽ അതിൽ നിന്നും കുറച്ചുകൂടെ ആംഗിൾ കുറയുന്നു. കാരണം എന്താണ്? ഈ 3 ബോണ്ട് പെയർസും കൂടുതൽ അടുത്തേക്ക് വരികയാണ്. ലോൺ പെയറിൽ നിന്ന് കൂടുതൽ അകലത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇവിടെ കൂടുതൽ അടുത്തേക്ക് വരുന്നു. അപ്പൊ ഇതിനിടയിലുള്ള ഈ ബോണ്ട് ആംഗിൾ കുറയുന്നു. 109.5 ഡിഗ്രിയിൽ നിന്ന് 107 ഡിഗ്രിയിലേക്ക് കുറയുന്നു.
മനസ്സിലായില്ലേ? ഈ 3 NH ബോണ്ടുകൾ, ഈ 3 ബോണ്ടുകൾ കൂടുതൽ അടുത്തേക്ക് വരികയാണ്. കാരണം ഇവിടെ മുകളിലുള്ളത് ആരാണ്? ലോൺ പെയർ ആണ്. ലോൺ പെയറിന്റെ അടുത്തേക്ക് പോയാൽ റിപ്പൽസീവ് ഫോഴ്സ് കൂടും. അതുകൊണ്ട് മാക്സിമം ഈ 3 ബോണ്ട് പെയറുകളും ലോൺ പെയറിൽ നിന്ന് കൂടുതൽ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. ഇവിടെ കൂടുതൽ ആംഗിള് കൂട്ടുന്നു, അതായത് റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നു. അപ്പൊ ഈ 3 ബോണ്ട് പെയറുകൾ കൂടുതൽ അടുത്തേക്ക് വരുന്നു. അപ്പൊ അവിടെ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയിൽ നിന്ന് 107 ഡിഗ്രിയിലേക്ക് കുറയുന്നു എന്ന് പറയാം. ഈ ബോണ്ട് ആംഗിൾ, 2 ബോണ്ട് പെയറുകളുടെ ഇടയിലുള്ള ബോണ്ട് ആംഗിൾ 107 ഡിഗ്രിയിലേക്ക് കുറയുന്നു. അപ്പോൾ ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിൽ നിന്ന് ട്രൈഗണൽ പിരമിഡൽ ഷേപ്പിലേക്ക് മാറുന്നു. എന്താണ് അതിന് കാരണം? ഇവിടെ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ട്. നമുക്കറിയാം ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി അത് ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 109.5 ഡിഗ്രിയിൽ നിന്ന് 107 ഡിഗ്രിയിലേക്ക് ചുരുങ്ങുന്നു ഈ ബോണ്ട് പെയറും തമ്മിലുള്ള ആംഗിൾ. ഓക്കെ, അപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് അമോണിയ മോളിക്യൂള് പിരമിഡൽ ഷേപ്പാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് AB2E2 ടൈപ്പാണ്. അതായത് 4 ഇലക്ട്രോൺ പെയറുകൾ ഉണ്ടെങ്കിൽ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണെങ്കിൽ ആകെ 4 ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. 4 ഇലക്ട്രോൺ പെയർ ആകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ്. എന്നാൽ ഇവിടെ 2 ലോൺ പെയർ ഉണ്ട്. 2 ലോൺ പെയർ വരുമ്പോൾ എന്താണ്? ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ടായിരിക്കും അല്ലെ? ലോൺ പെയർ റിപ്പൽഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് 2 ബോണ്ട് പെയറുകൾ ഈ 2 ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യും. കാരണം ആ ലോൺ പെയറും കാണിക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ലോൺ പെയർ റിപ്പൽഷൻ ലോൺ പെയർ ബോണ്ട് പെയറിനേക്കാളും അല്ലെങ്കിൽ ബോണ്ട് പെയർ റിപ്പൽഷനേക്കാളും കൂടുതലായതുകൊണ്ട് ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിൽ നിന്ന് മാറ്റം കാണാൻ പറ്റും. അതായത് ഇവിടെ ആംഗിള് 109.5 ഡിഗ്രിയിൽ നിന്ന് അല്ലെ, ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണെങ്കിൽ 109.5 ഡിഗ്രിയാ. പക്ഷെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ 2 ബോണ്ട് പെയറുകളും കൂടുതൽ അടുത്തേക്ക് വരികയാണ്. ഈ 2 ലോൺ പെയറുകളും തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സും കുറയ്ക്കണം. അതിന് ഈ ലോൺ പെയറുകളിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യും. അതായത് ഈ 2 ബോണ്ട് പെയറുകൾ കൂടുതൽ അടുത്തേക്ക് വരും. ഇതുമായിട്ടുള്ള ആംഗിൾ കൂടും അല്ലെ? ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള ആംഗിൾ കൂടും, ബോണ്ട് പെയറും തമ്മിലുള്ള ആംഗിൾ കുറയും. ഓക്കെ, അപ്പോ ബോണ്ട് പെയറും തമ്മിലുള്ള ആംഗിൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 109.5 ഡിഗ്രിയാണ്. എന്നാൽ അത് ലോൺ പെയറിൽ നിന്ന് കൂടുതൽ അകലത്തിലേക്ക് മാറുന്നതിന് വേണ്ടി, റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി ഇത് വീണ്ടും അടുത്തേക്ക് വരുന്നു. ഈ 2 ബോണ്ട് പെയറുകൾ തമ്മിൽ അടുത്തേക്ക് വരുന്നു. ബോണ്ട് പെയറുകൾ അടുത്തേക്ക് വരുമ്പോൾ ലോൺ പെയറിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടും. അതാണ് വേണ്ടത്. കാരണം ലോൺ പെയർ ആണ് കൂടുതൽ റിപ്പൽസീവ് ഫോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ബോണ്ട് പെയറുകൾ തമ്മിലുള്ള ആംഗിൾ കുറയുന്നു. അതെന്താണ്? 109.5 ഡിഗ്രിയിൽ നിന്ന് 104.5 ഡിഗ്രിയിലേക്ക് ചുരുങ്ങുന്നു. അതായത് ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിൽ നിന്ന് അത് വി ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ഇതിന് എക്സാമ്പിൾ ആണ് H2O മോളിക്യൂളിലെ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും ആണുള്ളത്. അവിടെ ലോൺ പെയർ റിപ്പൽഷൻ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ലോൺ പെയർ റിപ്പൽഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള 2 ബോണ്ട് പെയറുകൾ അതിന്റെ പൊസിഷൻ, അതിന്റെ അറേഞ്ച്മെന്റിൽ ചെറിയ മാറ്റം വരുത്തുന്നു. അത് ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിൽ നിന്ന് അത് ഇൻവേർട്ടഡ് വി അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പിലേക്ക് മാറുന്നു. ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രിയിൽ നിന്ന് 104.5 ഡിഗ്രിയിലേക്ക് കുറയുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് AB4E ടൈപ്പാണ്. അതായത് ആകെ ഇവിടെ 5 ഇലക്ട്രോൺ പെയറുകളാണുള്ളത്. അതിൽ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. 5 ഇലക്ട്രോൺ പെയറുകളാണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രൈഗണൽ ബൈപിരമിഡൽ അറേഞ്ച്മെന്റ് ആണ്. എന്നാൽ ഇവിടെ 5 ഇലക്ട്രോൺ പെയറിൽ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറുമാണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊന്ന് ലോൺ പെയർ ആണ്, ഈ 4 ബോണ്ട് പെയറുകളുമാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ, ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ബാക്കിയുള്ള 4 ബോണ്ട് പെയറുകൾ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലേക്ക് അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഈ 4 ബോണ്ട് പെയറുകളും അടുത്തേക്ക് വരുന്നു.
ലോൺ പെയറും കുറച്ചുകൂടെ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നു, ട്രയഗണൽ ബൈപിരമിഡൽ അറേഞ്ച്മെന്റ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ലോൺ പെയർ റിപ്പൽസീവ് ഫോഴ്സ്, ലോൺ പെയർ കൊടുക്കുന്ന റിപ്പൽസീവ് ഫോഴ്സ് കൂടുതലായതുകൊണ്ട് അവിടെ ചെറിയ ഒരു റീഅറേഞ്ച്മെന്റ് നടക്കുന്നു. ട്രയഗണൽ ബൈപിരമിഡൽ അറേഞ്ച്മെന്റിൽ നിന്ന് സീസോ ഷേപ്പിലേക്ക് മാറുന്നു. ഇതാണ് സീസോ ഷേപ്പ്. ഈ സീസോ ഷേപ്പിലേക്ക് മാറുന്നു. അതായത് ലോൺ പെയർ ഇവിടെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ലോൺ പെയറിൽ നിന്ന് മാക്സിമം പോസിബിൾ ആയ ആംഗിളിലാണ് ബാക്കിയുള്ള 4 ബോണ്ട് പെയറുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് SF4 മോളിക്യൂൾ. ഇവിടെ 5 ഇലക്ട്രോൺ പെയറുകളിൽ 4 ബോണ്ട് പെയറും 1 ലോൺ പെയറുമായി ഈ ഒരു ലോൺ പെയറിന്റെ പ്രസൻസ് കാരണം കൂടുതലായതുകൊണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചെറിയ മാറ്റം കാണാൻ പറ്റും. ഇവിടെ സീസോ ഷേപ്പിലാണ് ഈ മോളിക്യൂള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എന്താണ് VSEPR തിയറി എന്ന് പഠിച്ചു. ഒരു മോളിക്യൂളിന്റെ ജിയോമെട്രി എന്താണെന്ന് നിശ്ചയിക്കുന്നത് ആ മോളിക്യൂളിന്റെ സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ പെയറുകളാണ്. ഈ ഇലക്ട്രോൺ പെയറുകൾ പരസ്പരം റിപ്പൽ ചെയ്യുന്നു. ഈ റിപ്പൽസീവ് ഫോഴ്സ് മാക്സിമം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രോൺ പെയറുകൾ എന്ത് ചെയ്യുന്നു, റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഈ റിപ്പൽസീവ് ഫോഴ്സ് ഏറ്റവും കൂടുതലുള്ളത് ലോൺ പെയറും തമ്മിലാണ്. അതിനേക്കാളും കുറവാണ് ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിൽ. അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയറും തമ്മിൽ. അപ്പോൾ ഒരു ലോൺ പെയർ മോളിക്യൂളിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചെറിയ മാറ്റം നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണ് ആ മാറ്റം കാണുന്നത് നമ്മൾ ഒരുപാട് മോളിക്യൂളുകൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നമ്മൾ പഠിച്ചു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ഒന്നാണെങ്കിൽ അവിടെ ലോൺ പെയറിന്റെ പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ റിപ്പൽസീവ് ഫോഴ്സ് കൂടുന്നു. അപ്പോൾ ആ റിപ്പൽസീവ് ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലുള്ള ഇലക്ട്രോൺ പെയറുകൾ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയിൽ നിന്ന് ചെറിയ മാറ്റം നമുക്ക് കാണാൻ പറ്റുന്നു എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.